നീ ഇരിക്കുന്നത് കഴുതയുടെ പുറത്താണോ അതല്ല കുതിരയുടെ പുറത്താണോ എന്ന്. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ച് കിടക്കുക. ഇപ്പൊ നമ്മൾ വിചാരം ഞാൻ കുതിരപ്പുറത്താ, എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, എനിക്ക് നല്ല ബംഗ്ലാവുണ്ട്, എന്റെ മക്കളാരാ കാണ്ടങ്ങൾ ഇട്ടാൽ ഒരു പച്ചമുണ്ട് വളവളങ്ങൾ വരും. ഞാനിപ്പോ കുതിരപ്പുറത്താ, മൂര്യാരോ കഴുതപ്പുറത്താ. കാരണം ഇപ്പൊ തിരിയില്ല. കാരണം അന്തരീക്ഷത്തിൽ മൊത്തം പൊടിയാ. ഏത് പൊടി? ഭോഗതൃഷ്ണയുടെ പൊടി, ദുനിയാവിന്റെ പൊടി. അഖിലത്തിനെ സമസ്തേ ഹൃദയം കൊണ്ട് കണക്ക് കൂട്ടുന്നവന് മനസ്സിലാവില്ല. ഈ =mc², ദ്രവ്യപരിവർത്തനത്തിലൂടെ ഊർജ്ജം ഉണ്ടാകുന്ന കണക്ക് കൂട്ടിയിട്ട് ആ ഊർജ്ജം കൊണ്ട് ജീവിക്കാൻ വിചാരിക്കുന്നവന് മനസ്സിലാവില്ല. ഈ =mc², ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടാകുമ്പോൾ ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജം കൊണ്ട് എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ കരുതുന്നവന് മോനെ അത്രയും പറയാന് മാർഗവാനീസ് കോളേജിൽ വിട്ടു. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടാകുമ്പോൾ ഊർജ്ജം ഉണ്ടാകും, അത്രയും പറയാനേ മാർഗവാനീസ് കോളേജിന് പറ്റൂ. ആ കിട്ടുന്ന ഊർജ്ജം നിന്റെ സഹോദരനെതിരെ വിനിയോഗിക്കുന്നവർക്ക് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ പള്ളിയുടെ മദ്രസ വേണം. വേണ്ടേ? ഊർജ്ജം ഉണ്ടാക്കാമെന്ന് സയൻസ് പഠിപ്പിച്ചു. അത് നിന്റെ സഹോദരനെതിരെ വിനിയോഗിക്കുന്നത് പറയാൻ പള്ളിയുടെ മദ്രസ പാഠശാലകൾ വേണ്ടേ? അതില്ലാതായതുകൊണ്ടല്ലേ ആൽബർട്ടൈൻസ്റ്റീൻ, കുട്ടികൾക്കറിയാമല്ലോ, ആൽബർട്ടൈൻസ്റ്റീനാണ് ദ്രവ്യപരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ആ സിദ്ധാന്തത്തിന്റെ പേരിലാണ് ആറ്റം ബോംബ് ഉണ്ടാക്കപ്പെട്ടത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നത് കണ്ടപ്പോ ഐൻസ്റ്റീൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞില്ലേ, ദൈവമേ അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി പറക്കേണ്ടി വന്നാലും ഒരു ശാസ്ത്രജ്ഞനായിട്ട് നീക്ക് പറക്കണ്ട എന്ന്. അത് ഭൗതികത മാത്രം പഠിച്ചവന്റെ ഗതികേടാൻ. ഇൻഷാ അല്ലാഹ് ശാസ്ത്രജ്ഞനാണോ വലുത് ദുനിയാവിൽ സുഖിക്കുന്നവൻ? അതല്ല, ആരുമാണോ സുഖിക്കുന്നത് നമുക്ക് തിരിച്ചറിയാം. എവിടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിന്റെ ബാക്കി നാളെ പരലോകത്ത് അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഈ ദുനിയാവിന്റെ സുഖലോലുപതയിൽ കിടന്നുറങ്ങിയവർ, 2 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്നതിന് പ്രശ്നമില്ല. അതിൽ നിന്ന് ഒരു തരി പോലും പാവപ്പെട്ടവന് കൊടുത്തിട്ടില്ല, ആണിന് കൊടുത്തിട്ടില്ല. കിട്ടിയത് മുഴുവനും അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ആസ്വദിച്ച് തിന്നു കിടന്നവന്, ഈ ദുനിയാവിന്റെ മേലാപ്പിൽ കിടന്നവന് നാളെ പരലോകത്തവൻ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലെ ഒരു ആയത്ത് ഓതി, ഈ ദുനിയാവിൽ പരമാവധി സുഖങ്ങൾ നിങ്ങൾ ആസ്വദിച്ചവരാണ്. ഒരു മനുഷ്യൻ ആസ്വദിക്കേണ്ട സുഖത്തിന്റെ പരമാവധി സുഖം നിങ്ങൾ ആസ്വദിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പരലോകത്തിന്റെ സുഖമില്ല, സ്വർഗത്തിന്റെ കട്ടിലില്ല, സ്വർഗത്തിന്റെ വെള്ളമില്ല, സ്വർഗത്തിന്റെ ഹുറുകളില്ല. ഒരു മനുഷ്യൻ ആസ്വദിക്കേണ്ടതിന്റെ പരമാവധി ദുനിയാവിൽ ആസ്വദിച്ചു കഴിഞ്ഞു. പരലോകത്ത് നിങ്ങൾക്ക് ഒന്നും ബാക്കിയില്ലെന്ന് ഈ ദുനിയാവിലെ സുഖലോലുകന്മാരോട് പറയപ്പെടുന്നുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണം. നീ ഒരു മനുഷ്യനെ സുഖിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നീ പരമാവധി ദുനിയാവിൽ സുഖിച്ചു കഴിഞ്ഞു. ഇനി ആദരത്തിലെ സുഖം ആർക്കാം? ആദരത്തിലെ സുഖം ആർക്കാം? ദുനിയാവിൽ സുഖിച്ചു കഴിഞ്ഞാൽ സുഖിച്ചോട്ടെ, അള്ളാഹു തരുന്നതൊക്കെ വാങ്ങിച്ചോളി. അതിന് കൊടുക്കണ്ടേ? മറ്റൊന്നിനെ ഓർക്കണ്ടേ? സദക്കെ ഓർക്കണ്ടേ? പരമാവധി ഇവിടെ എനിക്ക് മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നവർ നാളെ പരലോകത്ത് അള്ളാഹു അവരോട് പറയും വസ്ത്രം കയറ്റും ബിഹ, ദുനിയാവിലെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു കടന്നു. നിങ്ങൾ എവിടെ പോകണം? اليوم تجزون عذاب الهون بما كنتم تصفون. നിങ്ങൾ ചെയ്തതിന്റെ പരിശാലനമായി ഈ കത്തിക്കാളുന്ന നരകത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആദ്യത്തെ രാവിലെ വിഭാഗം പറയാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ നല്ല ബുദ്ധിമാനായിട്ട് ജീവിക്കണം. ഈ ഭൂമിയിൽ നല്ല ബുദ്ധിമാനായിട്ട് ജീവിക്കണം. അല്ലാഹു നല്ല ബുദ്ധിമാന്മാരിൽ ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നല്ല ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോഴാണ് ഉറക്കാമി പറയും മനുഷ്യന്മാർ. ഞാൻ പറഞ്ഞ തിരിയുന്നില്ലേ? ആളായ കുഴപ്പമൊന്നുമില്ല. ദുനിയാവിലെ ബുദ്ധിമാന്മാർ 3 സ്വഭാവമുള്ളവരാണ്. ദുനിയാവിലെ ബുദ്ധിമാന്മാർ 3 സ്വഭാവമുള്ളവരാണ്. അല്ലാഹു 3 സ്വഭാവം നൽകി അനുഗ്രഹിക്കണം. ഏറ്റവും നല്ല ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ചെയ്യാവോ? ചുമ്മാ കേൾക്കാൻ വന്ന ബുദ്ധിയുടെ വഴി ഒരാൾ പറഞ്ഞിരുന്നു, അവിടെ പോണ്ട ഇതാ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിയിലല്ലേ നിങ്ങൾ പോകുള്ളൂ അല്ലേ? അപ്പൊ ദുനിയാവിലെ ബുദ്ധിമാനാരാ? ഏറ്റവും നല്ല ബുദ്ധിമതി ആരാ? ഏറ്റവും നല്ല ബുദ്ധിമതി 3 സ്വഭാവമുള്ളവരാണ്. ചില ചെയ്യൂ.
ചെയ്യോ? അങ്ങനെയുള്ളവരൊക്കെ കൈ നോക്കി ചെയ്യാറുണ്ട്. അല്ല കൈയുള്ളവരൊക്കെ നോക്കി ഉറക്കം പോകാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അല്ലാമ ഹസൻ ബസ്രി റളിയല്ലാഹു തആല മഹാന്മാരുടെ വാക്കുകളാണ്, മഹാന്മാരുടെ വാക്കുകളാണ്. അൽ-ഉഖലാഉ സലാസത്തുൻ, ഈ ഭൂമിയിലെ ബുദ്ധിമാന്മാർ 3 വിഭാഗം ആളുകളാണ്. ഒന്നാമത്തവൻ ആരെന്നറിയോ? ഒന്നാമത്തെ സ്വഭാവം ഏതെന്നറിയോ? മൻ തറക ദുനിയാ ഖബല അൻ തതറകഹു, തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ, ദുനിയാവ് തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ആ ദുനിയാവിനെ താൻ ഉപേക്ഷിക്കുന്നവൻ. ഒന്നാമത്തെ ആളാ, ഒന്നാമത്തെ ആളാ മൻ തറക ദുനിയാ ഖബല അൻ തതറകഹു, ദുനിയാവ് എന്നെ വേണ്ടാന്ന് വെക്കുന്നതിന് മുമ്പേ നടക്കൂല. ദുനിയാവ് എന്നെ വേണ്ടാന്ന് വെക്കും, ആ വെക്കുന്നതിന് മുമ്പ് ഞാൻ ദുനിയാവിനെ വേണ്ടാന്ന് വെക്കണം. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ദുനിയാവ് കടലിന്റെ നടുഭാഗത്ത് ചെന്നപ്പോ മുങ്ങിച്ചാവാൻ പോകുന്ന കപ്പലാണ്. ഈ ദുനിയാവ് മുങ്ങിച്ചാവാൻ പോകുന്ന ഒരു കപ്പലാണ്. മുങ്ങിച്ചാകുമെന്ന് ഉറപ്പുള്ളൊരു സാധനത്തിന് കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ, കിട്ടുന്ന കച്ചി തുരുമ്പ് കൊണ്ട് കരയടിയാൻ ശ്രമിക്കണം. അവനാണ് ബുദ്ധിമാൻ. തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ്, ഈ ദുനിയാവ് തന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിനെ താനും ഉപേക്ഷിക്കണം. നമ്മളൊന്നും വേണ്ടാന്ന് വെക്കണം. വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ദുനിയാവ് വരാതിരിക്കൂ. ദുനിയാവ് നിഴലാ തേടിയാൽ ഓടുന്നതാ. ദുനിയാവിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ദുനിയാവ് നമ്മുടെ കൂടെ വരും. ദുനിയാവ് നിഴല് പോലെയാണ്. പിടിക്കാൻ പോയാൽ ഖിയാമത്തുള്ളവരെ പിടിക്കാൻ പറ്റില്ല. നിഴലെങ്ങനെയല്ലേ? നിഴലിനെ പിടിക്കാൻ പോയാൽ നമ്മളെ കൊണ്ട് വലിയ നഗരം വരും. പിന്നെ അത് വേണ്ട കോട്ട കൊണ്ടാലോ തിരിച്ചു വന്ന് നമ്മുടെ കൂടെ വരും. ദുനിയാവ് നിഴല രണ്ടാമത് പറഞ്ഞു. മഹാനായ ശേഖനെ കാണാൻ ശിഷ്യനെത്തി. ശിഷ്യൻ ജോലിയൊക്കെ ചെയ്ത് നല്ല പൈസ ഉണ്ടായി. ഒരു സ്വർണ്ണ നാണയം കൊണ്ട് ശേഖന്റെ എടുത്തു. ശേഖോന്ന് എനിക്ക് വേണ്ട, എടുത്തത് എനിക്ക് ദുനിയാവ് വേണം. സ്വർണ്ണ നാണയം ഇരിക്കട്ടെ ഉസ്താദേ. വേണ്ട, എടുത്തത് വേണ്ട, എടുത്തത്. വീണ്ടും ഉസ്താദെ എന്തൊരു സന്തോഷം. വേണ്ട, എടുത്തത്. ശിഷ്യന് വലിയ വൈമനസ്സിൽ. ഉസ്താദ് ദിവസെടുത്തോണ്ടിരിക്കുകയാണ്. ശിഷ്യൻ വെളിയിലിറങ്ങി ഉസ്താദിന്റെ ആ ഷൂവിന്റെ ഉള്ളിൽ ആ സ്വർണ്ണ നാണയം വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മഹാനായ ശേഖ് ദിവസമൊക്കെ കഴിഞ്ഞ് മുത്തനബിയുടെ കൂടെ ഇറങ്ങി ചെരിപ്പിടാൻ നോക്കിയപ്പോ ഷൂവിന്റെ ഉള്ളിൽ സ്വർണ്ണ നാണയം ഇരിക്കുന്നു. മഹാനവറുകൾ കണ്ടോ, ഇതാണ് ദുനിയാവ്. വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിഞ്ഞപ്പോ അതെന്റെ കാലിനടിയിൽ നിന്ന് എടുക്കാം. വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോ കാലിനടിയിൽ കൊണ്ടിരിക്കുക. അതാണ് യഥാർത്ഥ ആര്യങ്ങൾ. അപ്പൊ ഉസ്താദ് എന്നാ നിങ്ങൾ വലിച്ചെറിയാത്ത നിങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾ വേണ്ടത്. അൽഹംദുലില്ലാഹ് പോക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെരുപ്പി വെക്കൂല. നിങ്ങൾ പോക്കറ്റ് വെച്ചിട്ട് ചെരുപ്പി വെക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഒരു മോത്തിരട ഞാൻ അടുത്ത് പറയുന്നു. ഒരിടത്ത് 3-ാം പാർട്ടിക്ക് രൂപയൊക്കെ കഴിഞ്ഞ് ആള് കൊണ്ടൊന്ന് പൈസ കൊടുക്കും. ഇവിടെ ഒരു വെറുതെ ഒരു ഫോർമാലിറ്റി വേണ്ട, എന്നാൽ ശരി പോയി. എന്റെ പൊന്നു സ്ഥാപില്ല അങ്ങനെ തിരിച്ചിട്ടു. വേണ്ടാന്ന് വെച്ചവന് ദുനിയാവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല. പക്ഷെ ദുനിയാവിന്റെ കൂടെ പോയവൻ, ആ ദുനിയാവിന് വേണ്ടി മാത്രം പോയവൻ, അവനെയാണ് ദുനിയാവ് നശിപ്പിച്ചു കളഞ്ഞത്. അവനെയാണ് ദുനിയാവ് നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അർശിൽ നോക്കിയിട്ട് അറിവ് പറഞ്ഞു കൊടുത്ത വൃക്ഷത്തിന്റെ ഇടയിൽ സുജൂദ് ചെയ്ത മഹാമനുഷ്യന് ദുനിയാവിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ആ മനുഷ്യൻ പട്ടി ചത്തുപോകേണ്ടതുപോലെ ചത്തു വന്നത്. അതുകൊണ്ട് ഈ ദുനിയാവ് ഒരു ദിവസം നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. ആര് കണ്ടു ഈ സഹോദരങ്ങളെ? ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആര് കണ്ടു? ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരിമാരെ. ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആര് കണ്ടു? ബേനസീർ ഭുട്ടോ എന്ന് പറഞ്ഞ ആസിഫ് അലി സർദാരിയുടെ ഭാര്യ പാകിസ്ഥാന്റെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ റാവൽപിണ്ടിയിലെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യാൻ കടിഞ്ഞുമേക്ക് കരയാത്തവരാരാവുള്ളത് സെൻട്രൽ ജുമാ മസ്ജിദില്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ പൊന്നു പെങ്ങളെ മനസ്സിനെ നോക്കണം. ആരാ ബേനസീർ എന്നറിയോ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സുന്ദരി. ആരാ ബേനസീർ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സുന്ദരി. എനിക്ക് സംശയമാണ്, ചാൾസിന്റെ ഡയാന കഴിഞ്ഞാൽ 10 ലേഖകർ യുദ്ധത്തോളം സൗന്ദര്യത്തെ പാടി പുകഴ്ത്തിയ 10 ലേഖകരുടെ സൗന്ദര്യമില്ല. ആരെന്നറിയുമോ? ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ്, കിഴക്കിന്റെ സുന്ദരി ബേനസീർ ഭൂട്ടോ. റാവൽപിണ്ടിയിലെ പൊതു തെരഞ്ഞെടുപ്പ്
ഒരായിരം ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ദുനിയാവിൽ ഇങ്ങനെ നീ ഓടുകയാണ്, അതില്ലാത്ത മുഖത്തോടെ ഓടുകയാണ്. പക്ഷേ നിനക്കറിയില്ല ഇതാ തന്നെ ലൈലു, ഈ രാത്രി നാളത്തെ പ്രഭാതം നിന്നെ കാണിപ്പിക്കുമോ എന്ന്. ഈ പ്രഭാതം കഴിഞ്ഞ് നീ ഈ രാത്രി കഴിഞ്ഞ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമോ എന്ന്. 6:45 റാവൽപിണ്ടിയിൽ പ്രസംഗിക്കേണ്ടത്. ആരാ? ബേനസീർ ഭൂട്ടോ. 6:45 കടന്നു വരുന്ന ബേനസീർ ഭൂട്ടോ എന്ന ഏറ്റവും വലിയ സൗന്ദര്യനാമമായ പെണ്ണ്. എല്ലാവരും പറഞ്ഞു 10 ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അധികാരം ഈ സുന്ദരി പെണ്ണിന്റെ കയ്യിലാണെന്ന്. 6:45 റാവൽപിണ്ടിയിലെ മൈതാനത്തിലോട്ട് കയറിയിട്ട് ചാവേറിന്റെ ബോംബ് സ്ഫോടനത്തിൽ ബേനസീർ ചിതറിത്തെറിക്കുമ്പോ സഹോദരങ്ങളെ 6:41 ബേനസീറിന്റെ അവസ്ഥ BBN അടക്കമുള്ള PCC അടക്കമുള്ള ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ലൈവായിട്ട്. 6:45 ബേനസീറിന്റെ ശരീരം പൊട്ടിക്കളന്നു പോയത്. 6:41 മരിക്കുന്നതിന് 4 മിനിറ്റ് മുമ്പ് ബേനസീർ ചെയ്തത് നിയോഗങ്ങളെ കിട്ടെടുത്തിട്ട് ആ കിറ്റിൽ നിന്ന് ചുണ്ടിലിത്തിക്ക് തേച്ചു ബേനസീർ. 4 മിനിറ്റ് കഴിഞ്ഞാൽ കഷണങ്ങളായി ചിതറിത്തെറിക്കാനുള്ളതാണ് ഈ ചുണ്ടെന്ന് ബേനസീർ അറിഞ്ഞില്ല. CNN അടക്കമുള്ള ചാനലുകൾ ലൈവായിട്ട് കാണിച്ചു. ചുണ്ടിലിത്തിക്ക് തേച്ചപ്പോ അറിയുമോ 6:45 ചിതറിത്തെറിക്കുമെന്ന്. 6:45 ചിതറിത്തെറിക്കുമെന്ന് ആ റാവൽപിണ്ടിയിലെ യോഗത്തിൽ 6:45 കയറിയപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇരുള് പരക്കുന്ന സമയമായി, മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്ന സമയമായി. അന്നത്തെ മഗ്‌രിബ് ആ പെണ്ണ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. 6:45 മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കേണ്ട സമയം. അന്നത്തെ മഗ്‌രിബ് നിസ്കരിച്ചോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാനേ കഴിയൂ. സഹോദരങ്ങളെ, ഇതാണ് ജീവിതമെങ്കിൽ ഈ ദുനിയാവിൽ ഇങ്ങനെ ഓടി നടക്കരുത്. 4 ദിവസം 4 മിനിറ്റ് കഴിഞ്ഞപ്പോ ആസിഫ് അലി സർദാരി ഇവിടുത്തെ പ്രസിഡന്റായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവ് നമ്മളെ വിടുന്നതിന് മുമ്പേ ആ ദുനിയാവിനെ നമ്മളെ വിടണം. എന്നിട്ട് ആഖിറത്തിന് വേണ്ടി ജീവിക്കണം. രണ്ടാമത്തവൻ ആരെന്നറിയോ? ദുനിയാവിലെ ബുദ്ധിമാന്റെ രണ്ടാമത്തെ സ്വഭാവം ഏതാ? കബറിന്റെ ഉള്ളിലേക്ക് അവനെ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പേ അവന് വേണ്ടിയുള്ള കബർ അവൻ നിർമ്മിച്ചിടണം. രണ്ടാമത്തവനാരാ? ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മണക്കാട് വലിയ വലിയ 6 അടി മണ്ണുണ്ടെന്നുള്ള ചിന്ത വേണം. അവനെ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് അവന് വേണ്ടി ഒരു കബറ് പിടിച്ചിടണം. ഉണ്ടായിരുന്നല്ലോ കബറും പിടിച്ചിട്ട് കബർമണിയും തലയിൽ വെച്ച് കിടന്നുറങ്ങിയ ആരുണ്ടായിരുന്നില്ല കേരളത്തില്. കബറ് പിടിച്ചിട്ടിട്ട് കബർമണിയുടെ വസ്ത്രം തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയ ആരും ഈ കേരളത്തില് ആരെന്നറിയോ? കബറെന്ന് കേട്ടാൽ ദർശനം ഞെട്ടേണ്ടതാ, കണ്ടാലുടനെ വാങ്ങിട്ടു നീ കരയേണ്ടതാ എന്ന് പാടുന്ന തടവസ്ഥാണ്. ആ മനുഷ്യന് കബറിന്റെ ഉള്ളിലായി. എന്തേ റമദാനായിട്ട് പോലും ചിന്തിക്കുന്നില്ല. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഇദാ ഉഖ്ബിറൽ മയ്യിത്തു, ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഹദീസോടും ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തേ സഹോദരങ്ങളെ ആ വെക്കൽ നാളെ സുബഹിക്കായി കൂടാ? ഇതാ ഉഖ്ബിറൽ മയ്യിത്തു, ഒരു മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വെക്കുന്നത് നാളെ രാവിലെ എന്നെ എന്തുകൊണ്ടായിക്കൂടാ? എന്തേ നിങ്ങളായിക്കൂടാ? ഹദീസിൽ ഒരു മയ്യത്ത് കൊണ്ട് കബറി വെച്ച ആ വെച്ച നാളെ എന്തുകൊണ്ട് തോന്നുന്നു മുമ്പ് മണക്കാട് വളരെ മുമ്പിൽ ആയിക്കൂടാ? ആ കട്ടിലിൽ മലന്ന് കിടക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ആയിക്കൂടാ? ആകാൻ പാടില്ലെന്നില്ലല്ലോ. ഉണ്ടാ ഉണ്ടോ ഇല്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയൂല? ഖബറാണ് വിഷയം. ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് കിടന്നപ്പോ ആ മരിച്ച
മരിച്ചു കിടന്ന മനുഷ്യനെ നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ മനുഷ്യൻ മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് പോലും പൊട്ടിത്തെറിച്ചു പോയത്. അല്ലാഹുവിന്റെ അർശ് പോലും നടുങ്ങിപ്പോയി. സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ മരണവാർത്ത അറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞത് ഭാര്യയല്ല, മക്കളല്ല, ആശ്രിതരല്ല, പുത്രകളത്രാദികളല്ല, ബന്ധുമിത്രാദികളല്ല. ഈ മനുഷ്യൻ മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ സിംഹാസനം പോലും പൊട്ടിക്കരഞ്ഞു പോയത്. തീർന്നില്ല. ഈ മനുഷ്യൻ മരിച്ചപ്പോഴാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടത്. ഭൂമിയിൽ ഒരു മനുഷ്യൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു. നമ്മൾ മരിച്ചാൽ നമ്മുടെ വീടിന്റെ വാതിൽ തുറക്കും. ഇതേവരെ വരാത്തവരും ആ വാതിലൂടെ നമ്മൾ കാണാൻ കടന്നു വരും. ഈ മനുഷ്യൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. തീർന്നില്ല. ഈ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 70,000 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. തള്ളവരുടെ കുത്തിയിട്ട് റസൂലുള്ളാഹ് ആ മയ്യത്തിന്റെ പുറകെ നടന്നു. എന്താ തിരുതുകരെ വെള്ളതാകെ കുത്താത്തത്? മലക്കുകളെ ദിക്കും നിരക്ക് കൂട്ടുകയാണ്. 70,000 മലക്കുകളുടെ ഇടയിൽ എനിക്ക് വിരൽ കുത്താൻ കഴിയുന്നില്ല. കൊതിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇങ്ങനെ പറഞ്ഞ മനുഷ്യൻ 70,000 മലക്കുകൾ കൈകെട്ടി നിസ്കരിച്ചു. അല്ലാഹുവേ നീ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ അർശ് വിറച്ചു. സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. ആ മനുഷ്യനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ കബറിലോട്ട് എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ ഫഖദൽ വമ്മത്ത് വമ്മത്തൻ. ആ കബർ സഅദ് ഇബ്നു മുആദിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഫഖദൽ വമ്മത്ത് വമ്മത്തൻ. ഈ സഅദിനെ കബറൊന്ന് കെട്ടിപ്പിടിച്ചു. സുമ്മ ഫുരിയാനു. പിന്നീട് വിട്ടുകളഞ്ഞു. ഈ മനുഷ്യനെ കബറിൽ വെക്കുമ്പോ ആരാണ് അർശ് വിറച്ചു പോയ മനുഷ്യൻ? 70,000 മലക്കുകൾ മയ്യത്ത് നിസ്കരിച്ച മനുഷ്യൻ, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കബറിലൊന്ന് വെച്ചപ്പോ ആ കബറൊട്ട ഞെരിക്കുമെന്ന് ഞെരുക്കിക്കളഞ്ഞു. ആദ്യമായിട്ട് പൊടിയുന്ന ശബ്ദം എന്റെ ചെവിയിൽ ഞാൻ കേട്ടു. പിന്നെ വിട്ടുകളഞ്ഞു. ഏതൊരുത്തനെ കബറിൽ വെച്ചാലും അവൻ ആരുമായി കൊള്ളട്ടെ, അവൻ ഏത് ആരുമാകട്ടെ, ഏത് മനുഷ്യനാകട്ടെ, ഒരൊറ്റ പിടുത്തം പിടിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആ ദിവസത്തെ ഓർക്കണം. 3 സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, ദുനിയാവിലെ ബുദ്ധിമാനാകണോ? അവന്റെ അല്ലാഹുവിനെ പടച്ച തമ്പുരാനെ തൃപ്തിപ്പെടുത്തണം. കബിരനെ തൽക്കാ പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച തമ്പുരാന്റെ മുമ്പ് എത്തുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം. അല്ലാഹുവിനെ സന്തോഷത്തോടെ പോയി കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുവട്ടെ. ആരാ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം? അല്ലാഹുവിനെ നമ്മോട് തൃപ്തിയുണ്ട്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തട്ടെ. വേണം വേണ്ടേ? ഉറപ്പാണല്ലോ. ഞാൻ ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് പറയും. ഒരു വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. ശഅബാനിന്റെ വിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. ആഖിറത്തിൽ 6 വിഭാഗം ആളുകളുണ്ട്. അവരാണ് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടാൽ 6 വിഭാഗം ആളുകളിൽ പറയാൻ സമയം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ തൃപ്തിയോടെ കണ്ടുമുട്ടാൻ ഉമ്മാക്ക് തൃപ്തിയാണ്, വാപ്പാക്ക് തൃപ്തിയാണ്, കൂട്ടുകാർക്ക് നമ്മളെ കുറിച്ച് തൃപ്തിയാണ്, പ്രസംഗം കേട്ട് നിങ്ങൾക്ക് കുറിച്ച് തൃപ്തിയാണ്. അതൃപ്തിയൊന്നുമില്ലല്ലോ. പക്ഷേ പടച്ചറപ്പിനോ
അള്ളാഹു അവന് നമുക്ക് തൃപ്തി ഉണ്ടാവുകയും അള്ളാഹനെ സന്തോഷത്തോടെ കാണാൻ അള്ളാഹു തൗഫീഖ്. അള്ളാഹനെ സന്തോഷത്തോടെ കാണാൻ, പടച്ചറപ്പിനെ ഒന്ന് കാണാൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യൂ. ആരും ഒഴിവാകരുത്. ويطعمون الطعام على حبه مسكينا ويتيما واسيرا. അഹ്മദ് കബീറിന്റെ വാക്കല്ല, മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ, മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹനെ തൃപ്തിപ്പെടുത്തണം. അള്ളാഹനെ തൃപ്തിപ്പെടുത്തിയാലെന്താ? രാജാവ് പറഞ്ഞ പ്രജകളെല്ലാം രാജകൊട്ടാരത്തിൽ വാ, ആവശ്യമുള്ളത് എന്താണോ നിങ്ങൾക്ക് ഞാൻ തരാം. എല്ലാവരും വന്നു. രാജാവ് സ്വർണ്ണമാണ് ഞങ്ങൾ വാരിക്കൊടുത്തു. ആർത്തിയോടെ എല്ലാവരും വാരിയെടുത്തിട്ട് പോയി. ഒരു കൊച്ചു പയ്യൻ മാത്രം മാറി നിന്നു. രാജാവ് ചോദിച്ചു, നിനക്കൊന്നും വേണ്ടേ? എന്താ നിനക്ക് വേണ്ടത്? രാജാവ്, നിങ്ങളുടെ ഖജനാവിന്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല. പൊന്നുമോനെ, നിനക്കെന്താ വേണ്ടത്? പെട്ടെന്ന് വാങ്ങിച്ചില്ലെങ്കിൽ തീർന്നു പോയില്ലേ? തീർന്നു പോയാൽ എനിക്ക് പ്രശ്നമില്ല. നിനക്കെന്താണ് വേണ്ടത്? എനിക്ക് രാജാവിനെ മതി, എനിക്ക് രാജാവിനെ മതി. രാജാവിന്റെ ഖജനാവ് എനിക്ക് ആവശ്യമില്ല. രാജാവിനെ കിട്ടിയാൽ ഖജനാവ് കിട്ടില്ലേ? രാജാവിനെ കിട്ടിയാൽ കൊട്ടാരം കിട്ടില്ലേ? ഉടമസ്ഥനെയല്ലേ പിടിക്കേണ്ടത്? ഉടമസ്ഥനെയല്ലേ കൈക്കലാക്കേണ്ടത്? അള്ളാഹനെ കിട്ടിയാൽ, അള്ളാഹനെ കിട്ടിയാൽ സ്വർഗം കിട്ടിയില്ലേ? സ്വർഗം കിട്ടിയാൽ അള്ളാഹനെ കണ്ടില്ലേ? സ്വർഗം കിട്ടിയാൽ അള്ളാഹനെ കണ്ടില്ലേ? 14-ാം രാവിലെ നീരാകാശത്തിന്റെ നിശബ്ദതയിൽ നീലക്കണ്ണുള്ള നിലാപക്ഷി നിറഞ്ഞെടുക്കുന്നത് പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന 14-ാം രാവിലെ അമ്പിളി തിങ്കൾ കലയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വന്ന സഹാബ, അള്ളാഹനെ കാണണോ? കാണണം നബിയേ. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14-ാം രാവിലെ ഈ പൗർണ്ണമി ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതുപോലെ നാളെ നിങ്ങൾ അള്ളാഹുവിനെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന്. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴും നീ വലുതെന്ന് പറയുമ്പോഴും ഈ ചെറിയ കണ്ണെന്ന് കണ്ടാ വലുതിനെ കണ്ടിട്ടില്ല. നാളെ അല്ലാഹു സ്വർഗ്ഗവാസികൾക്ക് വേണ്ടി അവന്റെ റാത്തിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോ दुनिया के उसने मुस्तफा को देखकर सोचती है दुनिया वो मुसव्विर कैसा होगा जिसका ये तस्वीर है. ഈ ദുനിയാവിന് ഇത്രത്തോളം സൗന്ദര്യമുണ്ടെങ്കിൽ, മൂന്നാറിന് ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ, ചിറാപുഞ്ചിക്ക് ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ, പൊന്മുടിയുടെ മലനിരകൾക്ക് മഞ്ഞ് കണങ്ങളോട് പുൽനാമ്പുകൾ ആലിംഗനം ചെയ്യുമ്പോ പുൽനാമ്പുകളുടെ അഗ്രഭാഗത്ത് തത്തിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളിയുടെ സ്ഫടിക സമാനമായ കാഴ്ച കാണുമ്പോ ഈ ദുനിയാവിനെ ഇത്രയും സൗന്ദര്യത്തോടെ ഒരിക്കൽ അള്ളാഹത്ര സൗന്ദര്യം ഉണ്ടാവും. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ, കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സഹോദരങ്ങളെ, അത് കാണാൻ ഒറ്റ വഴിയേയുള്ളൂ, ഒറ്റ വഴിയേയുള്ളൂ. ഞാൻ എന്റെ ഖുർആൻ പറയുകയാണ്, വയുതഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസിറാ. അഗതികളായ, അനാഥകളായ, കണ്ണുനീരൊപ്പാളൊരു മനുഷ്യൻ പോലും ഇല്ലാത്ത നമ്മളൊക്കെ വൃട്ടാനുബോധനം നടത്തി ശീലീകരിച്ച റൂമിൽ കിടക്കുമ്പോ ചോദനിക്കുന്ന, കുതിച്ചു കഴിയുന്ന മടയത്തിൽ ചോദനിക്കുന്ന ചെറ്റപ്പലുകളെ നന്ദി വാങ്ങാൻ കഴിയാത്ത സഹോദരങ്ങളെ, കടത്തിൽ നിന്ന് വിറക് കൊള്ളി പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ല, മക്കളെ പഠിപ്പിക്കാൻ ഗതിയില്ല, പെണ്ണന്മാരെ കെട്ടിക്കാൻ ഗതിയില്ല. പക്ഷേ അഭിമാനക്ഷതം കഴിഞ്ഞിട്ടൊരു മനുഷ്യനോട് പറയാതെ അത്ര തേച്ച് വെള്ളചുമ്പയിൽ ഇട്ടിട്ട് തേച്ചു മടക്ക് വസ്ത്രം ഇട്ടിട്ട് നടക്കുന്ന ആരും അറിയാത്തവർ നമ്മുടെ മഹലിൽ സാധു സംരക്ഷണ സമിതിയുണ്ട്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട്. പക്ഷേ ആരും അറിയാത്ത മഹലിങ്ങൾക്ക് ആരവർ വെൽഫെയറുണ്ടായി കരാമലമാണ്. സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യുക, അവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യുക. എന്തിനു വേണ്ടിയാണ് സദഖ ചെയ്യേണ്ടത്? ഉസ്താദേ, ഞാനൊരു ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാണ്, വേറെ ആഗ്രഹത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി പൈസ കൊടുത്തത്, സബർ സാഹിബ് കൊടുത്തത്, ഇവിടുത്തെ ജമാഅത്തിന്റെ
മഹലിന്റെ സമ്പതിയിൽ ആ മഹലിലെ മുഹല്യമായ സാധു ഉൾപ്പെടില്ല. ആ മഹലിലെ മുഹല്യമായ സാധു ഉൾപ്പെടില്ല. ഏറ്റവും വലിയ സാധുവാനായ ആളാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞ അവരാരുടെ മുന്നിൽ കൈ നീട്ടില്ല. അവരാരുടെ മുന്നിൽ കൈ നീട്ടില്ല. അവരാണ് നിങ്ങൾ പെരുന്നാളിന് റമദാനിലെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ നിറകണ്ണുകളുടെ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നത്. അള്ളാഹു ഒന്നാമത്തെ പതിവിലെ പൊന്നു സഹോദരിമാരെ ദുനിയാവിന്റെ ആഹ്റത്തിൽ അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് മാറ്റി തരും. അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹു മാറ്റി തരട്ടെ. അള്ളാഹു മാറ്റി തരട്ടെ. രണ്ട് വലകാഹും നദറതൻ വസുറൂറ വലകാഹും നദറതൻ വസുറൂറ. നാളെ പരലോകത്ത് അവരെന്നെ കാണുമ്പോ നദറതൻ വസുറൂറ സന്തോഷത്തോടെ പടച്ചറപ്പിന്റെ നൂറ് കാണാൻ കഴിയുമെന്ന്. നാളെ പടച്ചറപ്പിനെ ഈ പാവപ്പെട്ടവൻ നാളെ കാണാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിൽ 6 വിഭാഗം കൂടിയുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, നാളെ പടച്ചറപ്പിനെ എനിക്ക് കാണണം. ലോകം മാറാൻ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. സഹോദരങ്ങളെ, എല്ലാത്തിനും വേണ്ടി മാറ്റിവെക്കാറുണ്ട്. പക്ഷേ നാളെ പടച്ചറപ്പിനെ എനിക്കൊന്ന് കാണാൻ കഴിയണം. പടച്ചറപ്പിനെ എനിക്കൊന്ന് കാണാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ തആമിൽ ഖദമിന് വേണ്ടി ഈ സഹപ്രവർത്തകർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ഒരു നല്ല സദഖ എനിക്ക് വേണ്ടി നാളെ ഇന്ന് ദുആ ചെയ്യണം. ബഹുമാനനായ സെക്രട്ടറി ചേലക്കളം അബ്ദുൽ ഹമീദ് മൗലവി പറഞ്ഞു, എന്താ പ്രതിഫലമല്ല, കേരളത്തിന്റെ മുഴുവൻ ആലിമീങ്ങളും ഹാഫിദീങ്ങളുണ്ട്. ഒരു ഹാഫിദിന് 40 പേരുടെ സദഖത്തിലോട്ട് ശുപാർശ ചെയ്യാം. മുദരിസീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. അവരോരോരുത്തരും ഓരോ ഖത്മുൽ ഖുർആൻ ഓതി, ഒരാളല്ല, ഓരോ ഖത്മുൽ ഖുർആൻ റമദാനിൽ ഓതിയിട്ട് 29-ാം രാവിലെ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ തആമിന്റെ ഖത്മിന് വേണ്ടി സഹായിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ദുആയിൽ നിങ്ങളും പെടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അക്കാര്യത്തിൽ അല്ലാഹുവിനെ സമാധാനത്തോടെ കണ്ടുമുട്ടണം. അല്ലാഹുവേ, നീ അക്കൂട്ടത്തിൽ അനുഗ്രഹിക്കണേ നമ്പുരാനെ. ആഖിറത്തിൽ പറയണം. വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ, ഇതിനേക്കാൾ വലിയൊരു ദുആയുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ പെരിന്തൽമണ്ണയിൽ പ്രഭാഷണത്തിന് പോകുമ്പോ എന്നെ കാണാൻ ഒരു ഭാര്യ ഭർത്താവ് വന്നു. കയ്യിലൊരു പൊന്നുമോളുണ്ട്, 1.5 വയസ്സുള്ള കുഞ്ഞിരിക്കുന്ന പൊന്നുമോൾ. കണ്ടപ്പോഴേ കളിയുമാണ്. ഞാൻ ആ കുഞ്ഞിനെ കൈ നീട്ടി എടുത്തപ്പോ ഉമ്മ കരയുന്നുണ്ട്. ഉസ്താദേ, ഞാൻ പറഞ്ഞു നല്ലൊരു പൊന്നുമോളല്ലയോ ഉസ്താദേ, ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് തലയിൽ കെട്ടിയിരിക്കുന്ന ടവല് മാറ്റുമ്പോ തല 2ആയിട്ട് വെട്ടിപ്പിളന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ബ്രെയിൻ ട്യൂമർ വന്നു 1.5 വയസ്സിൽ. ട്യൂമർ എടുക്കാൻ തല 2 വെട്ടിപ്പിളന്ന് 1.5 വയസ്സുള്ള പൊന്നുമോൾ. ഉസ്താദെ, 2ാമത് ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനിയും ട്യൂമർ ഉണ്ടെന്ന്. ചെറുപ്പക്കാരൻ പറഞ്ഞു 18 വർഷമായി ഗൾഫിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഉസ്താദെ, വിവാഹം 12
10 രൂപയിലേക്ക് ഒരു വെൽഫെയർ ഫണ്ടാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നു കതിരി വസന്തായിരുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല സദഖ ഇൻഷാ അല്ലാഹ് 29-ാം രാവിലെ ഓരോരുത്തരും ഖത്മുൽ ഖുർആൻ ഓതി എല്ലാവരും കൂടി എല്ലാ ഉസ്താദന്മാരും ഒരുമിച്ച് കൂടി ഖുർആൻ ഉണ്ടാവും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സമയം ഏറെ വൈകി. നമ്മുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇതിന്റെ പ്രതിഫലം എന്താ? അതവനെ തഹജ്ജുദിരിക്കുന്നവനല്ല. 2 പ്രതിഫലം. ആഖിറത്തിന്റെ കഷ്ടപ്പാട് മാറും അല്ലാഹു സുഖമായിട്ട് കാണാൻ. അത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടി സഹോദരിമാരും, ലോകത്തെല്ലായിടത്തും ആളുകളെ സഹായിക്കാനുണ്ട്. പക്ഷേ പാവപ്പെട്ട ആരെങ്കിലും സഹായിക്കാൻ ആകെയുണ്ടായ ഒരു സംഘടന ദാവത്തുൽ ഖദർ. അതിന്റെ യഥാർത്ഥ പ്രയും ബഹുമാനായ അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ സി.കെ. അബ്ദുൽ റഹീം ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും എന്റെ ഉസ്താദാണ് അബ്ദുൽ റഹീം ഉസ്താദ്. എന്റെ ഉസ്താദാണ് അബ്ദുൽ റഹീം ഉസ്താദ്. അല്ലാഹു ഉസ്താദിന്റെ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം. ഉസ്താദ് ധാരാളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ധാരാളം. ഞാനൊരു കഴിഞ്ഞ വെള്ളിയാഴ്ച വരാത്ത ഉസ്താദിനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിർദ്ദേശിക്കാൻ കാരണം അവർ വിസയൊക്കെ എടുത്ത് പരിപാടി അറിയുന്നത് ഞാൻ പോയില്ല. പിന്നെ അവർക്ക് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഹുക്കൂമത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയെത്തി. രണ്ടിടത്തും പറ്റാതെ ഞാൻ കിടന്നിങ്ങനെ ഓടുന്നു. അവസാനം ഏതായാലും പോയി ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റി. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. മറക്കൂ 994-ലെയാണെന്നത് SSLC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. കാസർഗോഡ് ജില്ലയിലെ ശർക്കര പഞ്ചായത്തിലെ മുഹമ്മദ് UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിത എസ്പനോവ എന്ന 12 വയസ്സുകാരിക്ക് ഒരു കത്തെഴുതുക. സഹോദരന്മാർ കേട്ടിട്ടോ? ഇൻഷാ അല്ലാഹ് സഹോദരൻ റമദാന മുന്തിരി കണ്ടുകൂടാൻ ഇവിടെ സദസ്സുകളില്ല. റമദാനുള്ള അവസാനത്തെ ഇവിടുത്തെ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഈ 12 വയസ്സുകാരി കുട്ടിക്ക് കേരളത്തിലെ മുഴുവൻ കുട്ടികൾ SSLC എഴുതിയ ഏതാണ്ട് 1000-കണക്കിന് കുട്ടികൾ, ആ കുട്ടി അവർ ഇന്നലെ കണ്ടിട്ടില്ല. അവൾക്ക് കത്തെഴുതി അവളെ അഭിനന്ദിച്ചു കൊടുത്തു. എന്താ കുട്ടി ചെയ്തെന്ന് അറിയോ? അവൾക്ക് സ്കൂളിലോട്ട് പോകുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കളിപ്പാട്ടം വാങ്ങാൻ മിഠായി വാങ്ങിക്കാൻ പൈസ കൊടുക്കും. ആ പൈസ മുഴുവനും അവൾ കൊണ്ടുപോയി മിഠായി വാങ്ങിക്കാതെ കളിപ്പാട്ടം വാങ്ങിക്കാതെ അവൾ കൊണ്ടുപോയി ചെറിയ പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. സ്കൂൾ അടച്ചപ്പോൾ അവസാന ദിവസം അത് പൊട്ടിച്ചെണ്ണി 224 രൂപ 35 പൈസ. ആ പൈസ കൊണ്ടുപോയി തന്റെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൈസ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മിഠായി വാങ്ങിക്കാനും കളിപ്പാട്ടം വാങ്ങിക്കാറുള്ളതാണ്. ഈ പൈസ ഞാൻ സൂക്ഷിച്ചു. 1 വർഷത്തെ എൻ്റെ പൈസ ഇത്രയുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച് ധാരാളം എൻ്റെ അതേ സമപ്രായക്കാരായ കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പോലും വരാതെ കിടക്കുന്ന കുട്ടികൾ, അതിൽ എൻ്റെ അതേ പ്രായമുള്ള 12 വയസ്സുള്ള സുമയ്യ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവൾ മാരകമായ ക്യാൻസർ കുത്തി കിടക്കുകയാണ്. ഈ പൈസ അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കുട്ടിയെ ഇവിടെ നോക്കി. സ്കൂൾ ടീച്ചർമാർ അപ്പുറം പോയി. അവസാനം ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളത് മാതൃകയായി. പിറ്റേ വർഷം അവർ 27,000-ലധികം രൂപ ഈ കുട്ടികൾ, കൊച്ചുകുട്ടികൾ അവരെ വർദ്ധിക്കുകയും മിഠായി കഴിക്കാനും ബലൂൺ വാങ്ങിക്കാനും കൊടുത്ത പൈസ ഇട്ട് ശേഖരിച്ച് അവർ എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്ക് കൊടുത്തു. ഐക്യരാഷ്ട്രസഭ പോലും ആ പെണ്ണിനെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടൊരു കരുണയുണ്ടാവും. വിളക്കേന്തി വലുതായി അറിയപ്പെടുന്ന വനിതയുണ്ട്, ഫോറസ്റ്റ് എത്തിക്കൽ. സഹജീവികളോട് വലിയ ആഗ്രഹമുള്ള കണ്ണായിരുന്നു. അവൾ കൊച്ചു പ്രായത്തിലെ ഈ പാവയൊക്കെ തലം കൊടുത്ത് കിടക്കുമ്പോൾ അതെടുത്ത് കൂട്ടി വെച്ച് അവൾ ആ സ്വഭാവം ചെറുപ്പത്തിലേ കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് സഹോദരൻ, നിങ്ങളൊരു കാര്യം ചെയ്യണം. സഹോദരിമാരും വീട്ടിലൊരു ചെറിയ പാത്രം വെക്കണം. എന്നിട്ട് നിങ്ങൾ പച്ചക്കറിയൊക്കെ വളർത്തിട്ട് കൊണ്ടുവന്ന് മിച്ചം മതി. ഒരു ദിവസം ഒരു 10 രൂപ മതി. അതിൻ്റെ അകത്തിട്ടിട്ട് 1 മാസം അല്ലെങ്കിൽ 1 വർഷം നിങ്ങളെടുക്കും. അതിട്ടിട്ട് 1 വർഷമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് സി.കെ. അബ്ദുൽ റഹീം ഉസ്താദിനെ പൊട്ടിച്ചിട്ട് ഉസ്താദിന്റെ താഴെ ഖദമിന് വേണ്ടി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. 10 രൂപ വെച്ച് ഒരു ദിവസം ഇട്ടാൽ മതി. നിങ്ങൾ ഏറ്റവും ചെറുത്, പക്ഷെ 1 വർഷം സൂചിപ്പിക്കുക. അന്നത്തെ റമദാനിൽ ഏറ്റവും വലിയ നിങ്ങൾക്ക് ഭാഗമാക്കാൻ കഴിയും. അങ്ങനെ ഒരു ചെറിയ ഒരു പാത്രം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു കൊടുക്കും. നിർബന്ധമൊന്നുമില്ല, മനസ്സുള്ളത്. ചെറുത് അണ്ണാറക്കണ്ണനും തന്നാരായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ചെറിയ പാത്രം. ആ പാത്രത്തിൽ ചെറുത് മെല്ലെ മെല്ലെ ഉണ്ടാക്കി ജീവിതത്തിൽ നല്ല ഒരു ചിന്ത, നല്ല ചിന്ത. നിന്റെ ചിന്തയെ നീ സൂക്ഷിക്കുക, അത് നിന്റെ വാക്കുകളായിരുന്നു. നിന്റെ വാക്കുകളെ നീ സൂക്ഷിക്കുക, അത് നിന്റെ പ്രവർത്തികളായിരുന്നു. നിന്റെ പ്രവർത്തികളെ നീ സൂക്ഷിക്കുക, അത് നിന്റെ ശീലമായേക്കാം. നിന്റെ ശീലത്തെ നീ സൂക്ഷിക്കുക, അത് നിന്റെ സ്വഭാവമായേക്കാം. നിന്റെ സ്വഭാവത്തെ നീ സൂക്ഷിക്കുക, അത് നിന്റെ പ്രവർത്തികളായേക്കാം.
നിന്റെ പ്രവൃത്തിയെ നീ സൂക്ഷിക്കുക. അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കും, നിന്റെ സ്വന്തം ജീവിതത്തെ. ലായുടെ പഴമൊഴിയാണ്. അതുകൊണ്ട് ചിന്തകളും വാർത്തകളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ തുടരുന്ന രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ വീട്ടിലോ നമ്മുടെ കടയുടെ ഒരു ഓരത്തിൽ ഒരു ചെറിയ പാത്രം, ലോകത്തെല്ലാവരെയും സഹായിക്കുന്ന ആളുകളുണ്ട്, ഇത് നിങ്ങളല്ലാതെ കൊണ്ട് കഴിയില്ല. പക്ഷെ അതൊന്ന് ചെയ്തുകൂടെ? സഹോദരിമാർ ഒന്ന് ചെയ്തുകൂടെ? എല്ലാവരും വീടിന്റെ ഭാഗത്ത് ഒരു ചെറിയ, ഇനിയിപ്പോ ഒരു മാസം നോക്കി വന്ന് പൈസ ഇടാൻ കിട്ടിയില്ല, കുഴപ്പമില്ല, ഒരു മോതിരം അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് ഇഖ്ലാസോടെ കൈവച്ചിട്ട് ഉസ്താദെ എത്രയാണെങ്കിലും കുഴപ്പമില്ല, ആർക്കും ചെയ്യാം, ഞങ്ങളത് ചെയ്യാന്നുള്ള സന്നദ്ധമുള്ളവർക്ക് ഒന്ന് കൈവയ്ക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് അള്ളാഹ് തമ്മിലുള്ള വാഗ്ദാനമാണ്. ഇത് പൂർത്തീകരിച്ചിട്ട് നാളെ അള്ളാഹുവിനോട് പറയുന്നത്. റമദാനാകുമ്പോൾ സീഖ് ഉസ്താദിന്റെ കയ്യിൽ മണക്കാട് വലിയ പള്ളിയിൽ വന്നാൽ മതി, ഉസ്താദ് ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞ് ലഭിച്ചാൽ ഈ സംഘടനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു മൗലാനാ മുഹമ്മദ് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا ظلما كثيرا كبيرا لا يغفر الذنوب إلا أنت فاغفر لنا مغفرة من عندك وارحمنا إنك أنت الغفور الرحيم. റഹ്മാനായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനേ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഭാവി ജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനേ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങളാരെയും നീ പെടുത്തിക്കളയില്ലേ അല്ലാഹുവേ. അല്ലാഹുവേ, നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ഈ വിശുദ്ധമായ ഈ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ താഴെ പാവപ്പെട്ട മുഅല്ലിമീങ്ങളുടെ ജീവിതത്തിന്